ഓക്കെ. സോ നമ്മൾ എന്തുകൊണ്ട് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ട്രേഡ് എടുക്കാൻ നമ്മൾ കുറയ്ക്കണം, അതായത് ട്രേഡ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? സോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന്റെ മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് ഇവിടെ തന്നിട്ട് പോവാ കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നമുക്ക് ഇന്ന് യൂറോ USD ഇന്ന് തിങ്കളാഴ്ചയാണ്. യൂറോ USD എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ് അല്ല ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, സോ ഇത് ഹയർ ടൈം ഫ്രെയിംസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹ്യൂജ് ഗ്യാപ്പാണ്, വലിയ ഗ്യാപ്പ്. ഓക്കെ, തിങ്കളാഴ്ച അതായത് ശനി ഞായറും അവധി ആയതുകൊണ്ട് തന്നെ ശനി ഞായറും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ വെച്ചിരിക്കും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ. ഓക്കെ, സോ ഈ തിങ്കളാഴ്ച ഉണ്ടായിട്ടുള്ളത് ഗ്യാപ്പ് ഡൗൺ ആണ്. സോ ഇവിടെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിംസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ട്രേഡ് കിട്ടാറില്ല. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാർക്കറ്റിലെ മാനിപ്പുലേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അതിപ്പോൾ സ്റ്റോക്ക് എടുത്തോട്ടെ, ക്രിപ്റ്റോ എടുത്തോട്ടെ, ഫോറക്സ് എടുത്തോട്ടെ, ഫ്യൂച്ചേഴ്സ് ഏതായാലും മാനിപ്പുലേഷൻ അടുത്ത പീക്ക് ആയിരിക്കും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ തിങ്കളാഴ്ച നമ്മൾ ഇങ്ങനത്തെ ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്സും വരുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് കയറിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോ നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പത്തെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. സോ GBP/JPY അത് കുറെ മുമ്പാണ്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, GBP/JPY ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അവിടെ നോക്കി കേട്ടോ, മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി, എന്നിട്ട് കുറച്ച് ഇങ്ങനെ കയറിയിട്ട് മാർക്കറ്റ് ഇത് അടിയിക്ക് ഇങ്ങനെ പോയി, കണ്ടിന്യൂസ്ലി അടിയിൽ പോയി, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ പോയി. ഓക്കെ, ഈ ഗ്യാപ്പിൽ മതിയായ ഓർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ട്രേഡനെ നടന്നിട്ടുണ്ടാവില്ല അവിടെ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് അപ്സ് നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ട്രേഡ് ഇടാൻ പാടില്ല എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ ഒന്നാമത് തിങ്കളാഴ്ച നമുക്ക് അധികം ട്രേഡ് കിട്ടില്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ ഗോൾഡിലൊക്കെ ഇവിടെ ഒരു എൻട്രി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു എൻട്രി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം ഇവിടെ ഒരു എൻട്രി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ബട്ട് അതെന്തായി, ഇവിടെ എത്തിയിട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് അടിയിൽ പോയി. സോ ഹയർ ടൈം ഫ്രെയിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്ത് കയറിപ്പോയി എന്നൊക്കെ പറയാൻ പറ്റും. ബട്ട് ശരിക്കും ഇത് ഇവിടുന്ന് നമുക്കൊരു ക്ലിയർ റിജക്ഷൻ കിട്ടിയതായിരുന്നു, നമുക്ക് ഇവിടുന്ന് എൻട്രി ഇടേണ്ടതായിരുന്നു അത്. ഓക്കെ, സോ എന്തായാലും ആ ഒരു എൻട്രി പോയി കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് മാർക്കറ്റ് അങ്ങനെ ഇടിഞ്ഞു. സോ തിങ്കളാഴ്ച വരുമ്പോൾ മാർക്കറ്റിന്റെ ക്യാരക്ടർ പ്രീവിയസ് വീക്കിലെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ ശനി ഞായർ എന്തെങ്കിലും എക്കണോമിക് ക്രൈസിസ്, വാർ, അതേപോലെ തന്നെ സഡൻ ക്രൂഡ് ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ക്യാരക്ടറെ ചേഞ്ച് ആവും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിൽ തിങ്കളാഴ്ചയും ട്രേഡ് ഇടരുത് എന്നല്ല കേട്ടോ, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ട്രേഡ് ഇടരുത് എന്നല്ല, ട്രേഡ് ഇടണം, സൂക്ഷിച്ചിടണം. സോ വെള്ളിയാഴ്ച നിങ്ങൾക്ക് പിന്നെയും ട്രേഡ് ഇടാം. എക്സ്പയറി ആണ് വെള്ളിയാഴ്ച, ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പയറി ഒക്കെയാണെന്ന് പറയും. സോ എക്സ്പയറി ആണ് വെള്ളിയാഴ്ച എക്സ്പയറി എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ട്രേഡ് ഇടാം, പക്ഷെ മാനിപ്പുലേഷൻ കൂടുതലായിരിക്കും. ബട്ട് തിങ്കളാഴ്ച നമ്മൾ നോക്കണം, തിങ്കളാഴ്ച നമ്മൾ ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ടാണ്, അതായത് 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ മാർക്കറ്റിന്റെ ക്യാരക്ടർ എപ്പോഴും പ്രീവിയസ് വീക്കിൽ, അതായത് നമ്മൾ മുമ്പ് ട്രേഡ് ചെയ്ത പോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. സോ എക്സാക്ട്ലി ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. സോ മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി, അടിയിലത്തെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി, അടിയിലത്തെ FEGയിൽ തട്ടിയിട്ടാണ് പിന്നെ കയറിയത്. ഓക്കെ, സോ നമ്മൾ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്, സ്റ്റിൽ അപ് ട്രെൻഡ് തന്നെ ആയിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ് നമ്മൾ വിചാരിച്ചു, ഈ FEG ഫില്ലായി. ഹയർ ടൈം ഫ്രെയിംസിൽ അവിടെ FEG ഉണ്ട്, നിങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ. ഹയർ ടൈം ഫ്രെയിമിൽ FEG ഫില്ലായി കയറിപ്പോയി. എക്സാക്ട്ലി അതാണ് നടന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മാർക്കറ്റ് നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണം. സോ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ നോർമലി തിങ്കളാഴ്ച ഒട്ടും ട്രേഡ് ഇടാറില്ല, വെള്ളിയാഴ്ച ഞാൻ ട്രേഡിൽ കുറയ്ക്കലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 1-2 എൻട്രീസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരെണ്ണൊക്കെ ആക്കി കുറയ്ക്കും, മാക്സിമം ഒരെണ്ണൊക്കെ ഇടുള്ളൂ. ഓക്കെ, അതും അത്രയും കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം. സോ നിങ്ങളും അതേപോലെ തന്നെ ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ
എന്താണ് സ്റ്റിൽ പ്രോഫിറ്റബിൾ ആവുക, അല്ലെങ്കിൽ ലോസ് തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിന് പലർക്കും പല മറുപടി ഉണ്ടാവും. സോ എല്ലാവരുടെയും മറുപടി കമന്റ് ബോക്സിൽ ഇടുക, നമുക്ക് നോക്കാം എല്ലാവരും പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ നമ്മളെ ട്രേഡിംഗ് കോഴ്സിന്റെ വീഡിയോ വരും, ബാക്കിയുള്ള ട്രേഡിംഗ് കോഴ്സിന്റെ വീഡിയോ വരും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.